ഏവർക്കും CBS അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഹീറ്റ് ടെമ്പറേച്ചറിന്റെ കൺവേർഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പഠിച്ചു. അതിൽ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, വോളിയം എക്സ്പാൻഷൻ ഉണ്ട്, ഏരിയൽ എക്സ്പാൻഷൻ ഉണ്ട്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് പഠിച്ച ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയൽ എക്സ്പാൻഷൻ. ഇതുവരെയാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന്റെ ഹെഡിങ് ഇതാണ്, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി. നിങ്ങൾക്കറിയാം ആൽഫ എൽ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ആൽഫ വി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എന്ത് എക്സ്പാൻഷൻ ആണ്? വോളിയം എക്സ്പാൻഷൻ ആണ്. ഇവ തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കൺസിഡർ എ ക്യൂബ് ഹാവിംഗ് സൈഡ് L0 ലെങ്ത് ഉള്ള ഒരു ക്യൂബിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. L0 ആണ് ആ ക്യൂബിന്റെ ഓരോ ലെങ്തും. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ വോളിയത്തെ നമുക്ക് പറയാൻ പറ്റും. ആ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് ദ ക്യൂബ്, വോളിയം V0 എന്ന് പറയുന്നത് ഈ പറയുന്ന ലെങ്ത്തിന്റെ L0യുടെ എന്തായിരിക്കും? ക്യൂബ് ആയിരിക്കും. L0 ക്യൂബ് ആയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്യൂബിനെ തെർമലി എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുക. ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് എക്സ്പാൻഷൻ നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ ഇതിന്റെ ലെങ്ത്തിൽ മാറ്റം ഉണ്ടാവും, ന്യൂ ലെങ്ത് കിട്ടും. ആ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ആയ L0യൊപ്പം എത്ര കൂട്ടുന്നതാണ്? ചേഞ്ച് ഇൻ ലെങ്ത്. എത്രയാണോ കൂടുന്നത് ആ കൂടുന്ന ലെങ്ത് കൂട്ടുന്നതാണ് പുതിയൊരു ലെങ്ത് എന്ന് പറയുന്നത്, ന്യൂ ലെങ്ത്. അപ്പൊ നമുക്ക് ഇതിന്റെ ന്യൂ വോളിയം എഴുതാം. ഈ ന്യൂ ലെങ്തിനെ അല്ലെങ്കിൽ ഒന്നും കൂടെ മാറ്റി എഴുതാം. ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് ന്യൂ ലെങ്ത് ഈക്വൽ ടു L0 പ്ലസ് ഈ ആൽഫ എല്ലിനെ നമുക്ക് ഡെൽറ്റ എല്ലിനെ നമുക്ക് ആൽഫ എൽ ഇൻറ്റു L0 ഡെൽറ്റ ടി എന്ന് എഴുതാൻ കഴിയും. എന്തുകൊണ്ടാണ്? കഴിഞ്ഞൊരു ഡെറിവേഷനിൽ നമ്മൾ പഠിച്ചതാണ് ആൽഫ എൽ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ L0 ഡെൽറ്റ ടി ആണ്. അല്ലെങ്കിൽ ആൽഫ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എൽ സോൾവ് ചെയ്യുമ്പോൾ ആൽഫ എൽ ഇൻറ്റു L0 ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് എഴുതാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാ? L0 ആണ്. ആ L0 കോമൺ എടുക്കുമ്പോൾ ബാക്കി 1 പ്ലസ് ആൽഫ എൽ ഇൻറ്റു എന്തെന്ന് കിട്ടും? ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ എന്ത് ലെങ്ത്? ന്യൂ ലെങ്ത്, പുതിയ ലെങ്ത്. ന്യൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂ വോളിയം എഴുതാം. പുതിയ വോളിയം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയതിന്റെ എന്തെടുത്താൽ മതി? ക്യൂബ് എടുത്താൽ മതി അല്ലേ? ഇപ്പൊ ന്യൂ വോളിയം ഈക്വൽ ടു ഇതിന്റെ ക്യൂബ് പറഞ്ഞേ, L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി അതിന്റെ ഹോൾ ക്യൂബ്, മൊത്തത്തിൽ ക്യൂബ് എടുക്കും. എടുക്കുമ്പോൾ ഇതിന്റെ L0ക്ക് എന്ത് കൊടുക്കാം? ക്യൂബ് കൊടുക്കാം. L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി അതിന് എന്ത് കൊടുക്കുക? ക്യൂബ് കൊടുക്കുക. ഇനി ഇത് ബൈനോമിയൽ തിയറം വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും, 1 പ്ലസ് 3 ആൽഫ എൽ ഡെൽറ്റ ടി എന്നാവും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n ആണെങ്കിൽ അക്കോർഡിംഗ് ടു ബൈനോമിയൽ തിയറം അതിനെ 1 പ്ലസ് n ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതായത് ഈ 3 കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അത് ബൈനോമിയൽ തിയറം എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 3 ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇതാണ് പുതിയ വോളിയം. ചേഞ്ച് ഇൻ വോളിയം കണ്ടെത്തണമെങ്കിൽ പുതിയ വോളിയത്തിൽ നിന്നും ഒറിജിനൽ വോളിയം മൈനസ് ചെയ്യണം. ഇപ്പൊ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. പറഞ്ഞേ, L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 3 ആൽഫ എൽ ഡെൽറ്റ ടിയിൽ നിന്ന് ആദ്യത്തെ വോളിയമായ L0 ക്യൂബ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? L0 ക്യൂബ് ഉണ്ട്. അപ്പൊ L0 ക്യൂബ് കോമൺ എടുത്താൽ ബാക്കി വരുന്നത് 1 പ്ലസ് 3 ആൽഫ എൽ ഡെൽറ്റ ടി മൈനസ് ആരാണ്? 1 ആണ്. കാര്യം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ബാക്കി ആര് വരും? 1 വരും. കട്ട് ചെയ്തു പോകും. L0 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോളിയം V0 ആണ്. അപ്പൊ ഡെൽറ്റ വി ഈക്വൽ ടു V0 ഇൻറ്റു 3 ആൽഫ എൽ ഡെൽറ്റ ടി എന്ന് കിട്ടും. എനിക്ക് വേണ്ടത് ആൽഫ എൽ ആണ്. അപ്പൊ അതിൽ നിന്ന് ആൽഫ എൽ കണ്ടെത്താനായിട്ട് ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ വി ബൈ എന്താവും? V0
ഡെൽറ്റ ടി ഈക്വൽ ടു 3 ആൽഫ എൽ എന്ന് കിട്ടും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഡെൽറ്റ വി ബൈ വി സീറോ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ വോളിയത്തെ ഒറിജിനൽ വോളിയം കൊണ്ടും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊണ്ടും ഹരിക്കുമ്പോൾ കിട്ടുന്നത് ആൽഫ വി ആണ്. നമുക്ക് എഴുതാം ആൽഫ വി ഈക്വൽ ടു എത്ര എന്ന് എഴുതാം, 3 ആൽഫ എൽ എന്ന് എഴുതാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ അത് ഇക്വേഷൻ ഇതാണ്, ആൽഫ വി ഈക്വൽ ടു 3 ആൽഫ എൽ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഒറിജിനൽ വോളിയം എഴുതണം, പിന്നെ ന്യൂ ലെങ്ത് എഴുതണം, ന്യൂ ലെങ്തിൽ നിന്ന് ന്യൂ വോളിയം എഴുതണം, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ഉത്തരവായി. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി. അപ്പൊ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു. ആ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ. ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെയാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെ മെൽറ്റിംഗ് എന്ന് പറയും. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെ ഇവാപ്പറേഷൻ എന്ന് പറയും. മെൽറ്റിംഗും അതുപോലെ തന്നെ ഇവാപ്പറേഷനും. ഇനി തിരിച്ചു വരാം. ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ എന്നും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെ ഫ്രീസിംഗ് എന്നും പറയും. ഒരിക്കൽ കൂടെ നോക്കുക. സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രവർത്തനം മെൽറ്റിംഗ്, ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രവർത്തനം ഇവാപ്പറേഷൻ. ഇനി ഗ്യാസ് ലിക്വിഡ് ആകുന്ന പ്രവർത്തനം കണ്ടൻസേഷൻ, ലിക്വിഡ് സോളിഡ് ആകുന്ന പ്രവർത്തനം ഫ്രീസിംഗ്. ഇനി ചില സാഹചര്യത്തിൽ ഈ സോളിഡ് നേരിട്ട് എന്താവും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കർപ്പൂരം. ഈ കർപ്പൂരം നമ്മൾ എടുത്ത് കത്തിച്ചാൽ, കർപ്പൂരം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതിനെ കത്തിക്കുന്ന സമയത്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആകുന്നതിന് പകരം അത് നേരിട്ട് എന്തിലേക്ക് മാറും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ആ ഒരു പ്രവർത്തനത്തിന് വിളിക്കുന്ന പേര് സബ്ലിമേഷൻ എന്നാണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സബ്ലിമേഷൻ. അതായത് സോളിഡ് നേരിട്ട് കൺവേർട്ട് ചെയ്ത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കുക. എന്തുവാണ് മെൽറ്റിംഗ്, എന്താണ് ഇവാപ്പറേഷൻ, എന്താണ് കണ്ടൻസേഷൻ, എന്താണ് ഫ്രീസിംഗ്, എന്താണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ കാണിക്കുന്ന വസ്തുക്കൾക്ക് കുറച്ച് ഉദാഹരണം പഠിക്കുക. ഡ്രൈ ഐസ്, നാഫ്തലിൻ, ക്യാംഫർ, ഇതൊക്കെ തന്നെ എന്ത് കാണിക്കുന്നതാണ്, സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് നടക്കുന്ന കൺവേർഷനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ചേഞ്ചിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സോളിഡ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പൊ ഞാനൊരു സോളിഡ് എടുത്തിട്ട് ആ സോളിഡിനെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കുക, എക്സിൽ എടുത്തിരിക്കുന്നത് ഹീറ്റ് ആണ്, വൈയിൽ എടുത്തിരിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. ഇതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, എ മുതൽ ബി വരെ, ബി മുതൽ സി വരെ, സി മുതൽ ഡി വരെ, ഡി മുതൽ ഇ വരെ, ഇ മുതൽ എവിടം വരെ, എഫ് വരെ. ഇവിടെ ശ്രദ്ധിക്കുക, എ മുതൽ ബി വരെ ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. എ മുതൽ ബി വരെ ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി ഞാൻ വീണ്ടും കുറെ എമൗണ്ട് ഹീറ്റ് കൊടുക്കുവാണ്. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അറിയാം അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വ്യത്യാസം ഇല്ല, അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. കൂടാതെ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാവും, അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നു, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറും, സോളിഡ് ടു ലിക്വിഡ്. അപ്പൊ ബി സി എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് സ്റ്റേറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്, സോളിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കൺവേർട്ട് ചെയ്ത് എന്ത് സ്റ്റേറ്റിലേക്ക് മാറും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. സി എത്തിച്ചേരുമ്പോൾ അത് പൂർണ്ണമായിട്ടും എന്ത് സ്റ്റേറ്റിലായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. വീണ്ടും നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, അപ്പൊ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കത്തില്ല. സി മുതൽ ഡി വരെ എന്ത് സ്റ്റേറ്റ് തന്നെയാണ്, ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ്. വീണ്ടും നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലിക്വിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കൺവേർട്ട് ചെയ്ത് എന്തിലേക്ക് മാറും, അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും, ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അവിടെ നോക്കുമ്പോഴും അറിയാം അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അടുത്തത് ഇ മുതൽ എഫ് വരെയാണ്, അവിടെ എന്ത് സ്റ്റേറ്റ് തന്നെയാണ്, ഗേഷ്യസ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പൊ നോക്കുക, എ മുതൽ ബി വരെ സോളിഡ് സ്റ്റേറ്റ്, ബി മുതൽ സി വരെ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ഒരു കൺവേർഷൻ, സി മുതൽ ഡി വരെ ലിക്വിഡ് സ്റ്റേറ്റ്, ഡി മുതൽ ഇ വരെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, ഇ മുതൽ എഫ് വരെ എന്ത് സ്റ്റേറ്റ്,
gaseous state. അപ്പൊ ഈ ചിത്രത്തില് ഈ BC എന്ന് പറയുന്ന ഭാഗത്തും DE എന്ന് പറയുന്ന ഭാഗത്തും ടെമ്പറേച്ചറിൽ മാറ്റമില്ല. ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ആ രണ്ട് സ്ഥലങ്ങളിലാണ് എന്ത് നടക്കുന്നത്? സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന മുഴുവൻ ഹീറ്റും, ഈ BC യിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, DE യിൽ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് മാറുന്നില്ല? ടെമ്പറേച്ചർ മാറുന്നില്ല. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് മാറാനാണ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറാനും ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറാനുമാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എന്നാൽ A മുതൽ B വരെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. C മുതൽ D വരെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ട്. E മുതൽ F വരെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ട്. എന്നാൽ ടെമ്പറേച്ചർ വേരി ചെയ്യാത്ത സ്ഥലങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം? ഒന്ന് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് BC യിലും DE യിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം? ഹീറ്റ് കൊടുക്കുന്നെങ്കിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണം എന്ത്? ഉത്തരം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്റ്റേറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴെ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഇനി ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കുറച്ച് കാര്യം പറയാൻ പോവുകയാണ്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം, വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി, വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വാട്ട് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു, ആ സബ്സ്റ്റൻസിനെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഹീറ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. എങ്കിൽ ഞാൻ ആ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുന്നു എന്ന് കരുതുക. അതിനുവേണ്ടി എത്ര എമൗണ്ട് ആണോ കൊടുത്തത്, എത്ര എമൗണ്ട് ഹീറ്റ് ആണോ കൊടുത്തത്, ആ എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of a substance by 1 degree Celsius or 1 Kelvin. 1 ഡിഗ്രി കൂട്ടുന്നതിന് ആവശ്യമായ ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഞാൻ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ ക്യൂ ബൈ എന്താണ്? ഡെൽറ്റ ടി ആണ്. രണ്ടാമത്തെ വാക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആണ്. It is the amount of heat required to raise the temperature of a substance, 1 kilogram substance, by 1 degree Celsius or 1 Kelvin. 1 kilogram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയ വസ്തു ആരെന്ന് ചോദിക്കാം, അത് വാട്ടർ ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അത് ഏറ്റവും കൂടിയ ആളാരാണ്? വാട്ടർ ആണ്. വാട്ടറിന്റെ 4200 ആണ്. വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയത് കൊണ്ടാണ് വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്. കൂളന്റ് ആയി വാട്ടർ ഉപയോഗിക്കാനുള്ള കാരണം എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ചോദിക്കാം. അതിന്റെ ഉത്തരം വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. മൂന്നാമത്തെ വാക്കാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ it is the amount of heat required to raise the temperature of 1 mole of a substance by 1 degree Celsius or 1 Kelvin. ഒരു മോളാർ സബ്സ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്താൽ ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണം അല്ലെങ്കിൽ 1 കെൽവിൻ കൂട്ടണമെങ്കിൽ അതിനാവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം സബ്സ്റ്റൻസ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. ഇത്രയും കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് ഒരു മാർക്കിന് വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി, വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വാട്ട് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ട് സാഹചര്യങ്ങളിൽ നടക്കാം. CV അതുപോലെ തന്നെ CP. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കാം, കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കാം. അപ്പൊ ഈ CV CP, ഈ CP ഓർത്തിരിക്കുക. CVയും CP കോൺസ്റ്റന്റ് വോളിയവും കോൺസ്റ്റന്റ് പ്രഷറും. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി ആയി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി.
ഇനി ഹീറ്റ് ഒരു വസ്തുവിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന 3 രീതികളുണ്ട്. ആ രീതികളുടെ പേരുകൾ പഠിക്കണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യപ്പെടുന്ന 3 രീതികൾ, ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡുകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ സോളിഡ് സബ്സ്റ്റൻസിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിങ് രീതിയാണ് കണ്ടക്ഷൻ. ഇനി എന്തുവാണ് കണ്ടക്ഷൻ എന്ന് ചോദിച്ചാൽ അവിടെ മോളിക്യൂൾസ് ഒരിക്കലും മൂവ് ചെയ്യത്തില്ല. മോളിക്യൂൾസ് ഹീറ്റിനെ എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്താണ് ഒരു എൻഡിൽ നിന്ന് മറു എൻഡിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കമ്പി അതെടുത്തിട്ട് ചൂടാക്കുന്നു, അതിന്റെ ഒരു സൈഡിൽ ചൂട് കൊടുക്കുന്നു എന്ന് കരുതുക. കുറച്ച് സമയത്തിന് ശേഷം രണ്ടാമത്തെ എൻഡിൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ആ ചൂട് അവിടേക്ക് എത്തുന്നതായിട്ട് കാണാം. അതിന്റെ റീസൺ ഹീറ്റ് ഒരു എൻഡിൽ നിന്നും മറു എൻഡിലേക്ക് ട്രാവൽ ചെയ്യപ്പെട്ടു. അങ്ങനെ ട്രാവൽ ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? കണ്ടക്ഷൻ എന്ന് പറഞ്ഞത്. അവിടെ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യത്തില്ല, പകരം ഒരു മോളിക്യൂൾസിന് കിട്ടുന്ന ഹീറ്റ് അടുത്തവന് കൈമാറും, അവൻ അടുത്തവന് കൊടുക്കും. അങ്ങനെ ഹീറ്റ് എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്താണ് മറു എൻഡിലേക്ക് എത്തുന്നത്. അത്തരം ഹീറ്റ് ട്രാൻസ്ഫറിങ് രീതിയെ നമ്മൾ എന്തെന്ന് പറയും? കണ്ടക്ഷൻ എന്ന് പറയും. അടുത്തതാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ആക്ച്വൽ ആയിട്ട് മൂവ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ചൂടാക്കുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്താണ് നിങ്ങൾ ചൂട് കൊടുത്തത്. എന്നാൽ ആ വാട്ടറിന്റെ അല്ലെങ്കിൽ ആ എടുത്തിരിക്കുന്ന പർട്ടിക്കുലർ എമൗണ്ട് വെള്ളത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ തൊട്ട് നോക്കിയാലും അവിടെ എന്ത് കാണാൻ കഴിയും? ചൂട് കാണാൻ കഴിയും, ഹീറ്റ് കാണാൻ കഴിയും. അതിന്റെ റീസൺ അവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടന്നത്. അതാണ് കൺവെക്ഷൻ. ഈ കരക്കാറ്റ്, കടൽക്കാറ്റ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ഉണ്ടാവാൻ കാരണമായ ഹീറ്റ് ട്രാൻസ്ഫറിങ് രീതിയാണ് എന്തെന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. മൂന്നാമത്തത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിന്റെ സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതിയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന ഹീറ്റ് ട്രാൻസ്ഫറിങ് രീതി ഏതെന്ന് ചോദിക്കാം. ഉത്തരം ഏതാണ്? റേഡിയേഷൻ ആണ്. ഓക്കെ. അപ്പൊ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ 3 പ്രധാനപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫറിങ് രീതികൾ. ഇത് സോളിഡിലും ലിക്വിഡിലും നടക്കും. ഇത് മീഡിയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നടക്കും. ഇത്രയുമാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ അവസാനം പറഞ്ഞ ഈ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ തന്നെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചുകൊണ്ട് പോവുക. കാര്യം നമുക്കറിയാം 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മാർക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നല്ലാതെ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ, അത്തരം സ്ഥലങ്ങളിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇതോടുകൂടിയിട്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പോർഷനുമായിട്ട് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.